പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല സന്ധ്യയെങ്കിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. എന്താണ് പ്രാർത്ഥന? എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥന? പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തു ലഭിക്കും? പ്രാർത്ഥനയ്ക്ക് മറുപടി വരുമോ? ഇനി പ്രാർത്ഥനയെ ദേശാധിപതി ശക്തികൾക്ക് തടുത്തു വെക്കാൻ കഴിയുമോ? പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സർവശക്തൻ അടുക്കൽ വരില്ലയോ? ഒത്തിരി ചോദ്യങ്ങൾ ദൈവസനിൽ മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിനകത്തുണ്ട്. എന്നാൽ ഏത് ചോദ്യത്തിനും വ്യക്തമായ മറുപടി തരുവാൻ എൻ്റെ യേശുപ്പൻ മതിയായവനാണ്. കർത്താവിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ നല്ല സന്ധ്യയെങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിക്കാലം ദൈവത്തിന് നാം വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നത്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് നൽകിത്തരും. പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന മാർത്തെ പോലല്ല നിങ്ങളായിരിക്കേണ്ടത്. നല്ല അംശം തിരഞ്ഞെടുത്ത മറിയെ പോലെ ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടും. ഞാൻ ആഗ്രഹിക്കുന്ന ശുഭഭാവി ഞാൻ കാണും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി എനിക്ക് ഉത്തരം തരുവാൻ എന്റെ കർത്താവ് മതിയാവന. ഞാൻ സേവിക്കുന്ന കർത്താവിന്റെ കാത് മന്ദമായിട്ടില്ല, അവന്റെ കണ്ണ് കുരുടായിട്ടില്ല. എന്റെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവൻ എന്നെ കരം പിടിച്ചു ഉയർത്തുന്ന നാളുണ്ടാകും. ആ നാളെന്റെ മുൻപിൽ വരും കാലം വരെ അവന്റെ സന്നിധി വിട്ട്, അവന്റെ വചനം വിട്ട്, അവന്റെ കൃപയിൽ നിന്ന് അകന്നു പോകുവാൻ ഇടവരുത്തല്ലേ ദൈവമെന്ന് പറഞ്ഞ് ദൈവത്തിന് ആരും പ്രാർത്ഥിക്കുമോ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വ്യക്തമായി സ്വർഗത്തിൽ ദൈവം കേട്ട് അയക്കുക തന്നെ ചെയ്യും. അല്പനിമിഷ ചിന്തയ്ക്ക് നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം അതിന്റെ 2-3 വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം അതിന്റെ 2-3 വാക്യം നമുക്ക് വായിക്കാം. എടുത്തവർ ശബ്ദം ഉയർത്തി വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം 2-3 വാക്യവും വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. യശയ്യാപ്രവചനം ഇല്ലയോ? സ്വത്രം. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരം തിരിച്ചു. കൈ അവിടെ വെക്കണമേ. എപ്പോൾ? പ്രവാചകൻ വന്ന് ഹിസ്കിയാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹിസ്കിയാവേ, നിന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക. സ്വത്രം. നാം ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥിയാണ് രോഗവും രോഗത്തെ തുടർന്നുള്ള മരണവും. അങ്ങനെ മരത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നമ്മെ വീണ്ടെടുത്ത സർവശക്തനായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ നിരാശകൾ ദൈവത്തോട് പറയുവാൻ നാം തയ്യാറായാൽ സ്വർഗത്തിൽ നിന്ന് അവൻ കേട്ട് അതിന് മറുപടിയും പരിഹാരവും അയച്ചു തരാൻ മനസ്സുള്ളവനാ. ഹിസ്കിയാവ് ചുവരോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ നല്ല രാത്രിയിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. സ്വത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടോ? ഹിസ്കിയാവോട് ചോദിച്ചാൽ ഹിസ്കിയാവ് പറയും, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ അന്ത്യത്തോളം ആരാധിക്കും, ഞാൻ അന്ത്യത്തോളം സേവിക്കും. വായിച്ചേ. സ്തോത്രം. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടെ നിന്നെ സേവിച്ചു. നോക്കേ, ഈ ഹിസ്കിയാവ് പറയുകയാണ്, യഹോവേ, ഞാൻ നിന്നെ സേവിച്ചത് വിശ്വസ്തയോടെയാണ്. സ്വത്രം. കളങ്കമില്ലാതെയാണ്. സ്വത്രം.
ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെയാ. അവിടുത്തെ വചനം പറയുന്ന പ്രകാരമാ ഞാൻ നിന്നെ സേവിച്ചത്. വ്യക്തമായി പറയട്ടെ, തിരുവഴുത്ത് പറയുന്ന പ്രകാരം ആർ ദൈവത്തിങ്കിലേക്ക് നോക്കുമോ അവന്റെ മുഖം വാടുവാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. ഒരു പക്ഷെയെങ്കിൽ നീ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നിന്നെ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാകും. ദൈവത്തിൽ നിന്ന് നീ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ നിന്നെ മാറ്റി നിർത്തുവാൻ ഒരുപാട് പേരുണ്ടാകും. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ ഏത് വിധത്തിലും ആ തലമുറയെ നശിപ്പിക്കാൻ മന്ത്രങ്ങളും തന്ത്രങ്ങളും മെനഞ്ഞ് നിന്റെ പിന്നാലെ ശത്രു കടന്നു വരും. എന്നാൽ വ്യക്തമായി പറയട്ടെ, നീ ഒഴുക്കുന്ന കണ്ണുനീരിന് മറുപടി ഉയർത്തുന്നു വരുമ്പോൾ നിന്റെ ശത്രു ചിതറി ഓടും. ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ഹിസ്കിയാവ് പറഞ്ഞ ഒരു കാര്യം, ഞാൻ നിന്റെ സന്നിധിയിൽ നേരോടെ നടന്നു. സ്തോത്രം. പിന്നെന്താ പറയുന്നത്? സ്തോത്രം. ഹിസ്കിയാവ് വ്യക്തമായി പറയുകയാണ്. സ്തോത്രം. പിന്നെ ഏകാഗ്ര ഹൃദയത്തോടെ, ചാഞ്ചാടുന്ന മനസ്സുമായല്ല ഹിസ്കിയാവ് നടന്നത്. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവങ്കലേക്ക് നോക്കർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. യഹോവയുടെ സന്നിധിയിൽ നിലവിളിച്ച നിലവിളി ഹിസ്കിയാവിനത് എത്തിച്ചേർന്നു. സ്വത്രം. ഞാന് നേരോടെ നിന്നെ സേവിച്ചു. ഹിസ്കിയാവ് പറയാത്തെ, നിനക്ക് പ്രസാദമായത് ഞാൻ ചെയ്തു. സ്വത്രം. നോക്ക്, ചുവരോട് ചേർന്ന് നിന്ന് മരണവേദനയാൽ ഹിസ്കിയാവ് ദൈവസന്നി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അത് കേൾക്കാതെ ഇരുന്നില്ല. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. ലോകത്തിന്റെ പാഴ്സി പ്രഭു അതിനെ തടഞ്ഞു വെച്ചാലും എന്റെ സ്വർഗം ആ തടസ്സങ്ങളെ വെട്ടിമാറ്റി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയെ കടന്നു വരും. അതുകൊണ്ട് വിശ്വാസത്തോടെ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. സ്വത്രം. യെശയ്യാ പ്രവാചക പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മനസ്സ് വച്ച് കേട്ട് അനുസരിക്കുമെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നിങ്ങൾ ദൈവത്തെ പിൻപറ്റിയാൽ നിങ്ങൾ ദേശത്ത് നശിച്ചു പോകും എന്നല്ല യെശയ്യാവ് പറയുന്നത്, നിങ്ങൾ നന്മ അനുഭവിക്കും. എന്നാൽ മത്സരിച്ചാലോ സ്വത്രം, നിങ്ങൾ വാളിനിരയായി തീരും. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെ, ദൈവ കോപം അനുസരണം കെട്ടവരുടെ മേൽ വരുമെന്നാ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളും മേധസ്സിനേക്കാളും നല്ലത്. കുഞ്ഞെ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ മത്സരിക്കാതെ ദൈവത്തിന്റെ വചനം പറയുന്ന കേട്ട് അതിന് പ്രകാരം ജീവിക്കാൻ തീരുമാനമെടുത്താൽ കർത്താവ് നിന്നെ സന്തോഷത്തിന്റെ വഴി കരം പിടിച്ചു നടത്തും. സ്വത്രം. യെശയ്യാ പ്രവാചക പുസ്തകം 40-ാം അധ്യായം 30-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. സ്വത്രം. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും. സ്വത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സ്വത്രം. നോക്ക്, ബാല്യക്കാർ, യൗവനക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ നല്ല പകൽ രാത്രികാലം വ്യക്തമായി പറയട്ടെ, ദൈവമുഖത്തേക്ക് നോക്കി ആർ നിലവിളിക്കുമോ, ദൈവസനിൽ ആര് തങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കുമോ, അവരുടെ യൗവന കാലം സന്തോഷമായിരിക്കും. വാർദ്ധക്യകാലം ശുഭമായും സുഖമായിരിക്കും. ആരൊക്കെ എവിടൊക്കെ നിങ്ങളെ എങ്ങനെല്ലാം തകർക്കാൻ ശ്രമിച്ചെന്ന് വരികിലും കർത്താവ് നിങ്ങൾ തകർന്നു വീഴാൻ അനുവദിക്കത്തില്ല. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ലോകമോഹത്തിൽപ്പെട്ട് അനേക തലമുറകൾ നഷ്ടപ്പെടുമ്പോൾ, അനേക കുടുംബങ്ങൾ ഈ സന്ധ്യയുടെ യാമത്തിൽ നിലവിളി ഉയരുമ്പോൾ, അനേക മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് തെക്കും വടക്ക് കിഴക്കും പടിഞ്ഞാറും ഓടുമ്പോൾ, ഈ നല്ല രാത്രിയിൽ ദൈവ പൈതലെ, ദൈവമുഖത്തേക്ക് നോക്കി നിൽക്കുന്ന നിന്റെ സന്തതി ഒരിക്കലും ദേശത്തിന് മുന്നിൽ അലയുവാൻ, കരം നീട്ടുവാൻ, അവൻ ജീവിതത്തിൽ രക്ഷ പ്രാപിപ്പാൻ കഴിയാതെ തെക്കും വടക്ക് കിഴക്കും പടിഞ്ഞാറ് നടക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അല്പകാലം കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും,
അല്പകാലം നിന്നയും പരിഹാസവും ഏൽക്കേണ്ടി വന്നാലും ആ കഷ്ടം മാറും, ആ കണ്ണുനീര് നീങ്ങും, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ദൈവത്തിന്റെ വചനം പറയണ യെശയ്യാ 41:10-11 പറയാ, നീ ഭയപ്പെടേണ്ട. സ്വത്രം, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നോക്ക്, ഭയപ്പെടേണ്ട എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നെങ്കിൽ നിന്നെ ഭയപ്പെടുത്തുന്ന, സ്വത്രം, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് വാദിച്ചെഴുന്നേറ്റ് വരുന്ന ഒരുപാട് വ്യക്തികളും ശക്തികളും ഉണ്ട്. ഒരുപാട് പാരമ്പര്യത്തിന്റെ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പാരമ്പര്യ ശാപങ്ങളുണ്ട്. അതൊന്നും നിന്നെ അലട്ടുവാൻ, നിന്നെ തകർക്കുവാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട്. സ്വത്രം, കർത്താവ് പറയാ, ദൈവപ്പൈതലേ, എന്നിൽ ആശ്രയിക്കുന്ന ദൈവപ്പൈതലേ, എന്നോട് ചോദിക്കുന്ന ദൈവപ്പൈതലേ, എന്നോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവപ്പൈതലേ, നിന്നെ ഞാൻ എന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. സ്വത്രം, പിന്നെന്തോ പറയുന്നേ, നിന്നെ പകയ്ക്കുന്നവർ ലജ്ജിച്ചു പോകും. സ്വത്രം, നിന്നെ പകയ്ക്കുന്നവർ, നിന്നെ പരിഹസിക്കുന്നവർ, നിന്റെ കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും. സ്വത്രം, സങ്കീർത്തനം 91:14 എന്താ പറയുന്നത് അറിയാമോ? അവൻ എന്നോട് പറ്റിയിരിക്കയാൽ. സ്വത്രം, ആര്? ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ദൈവത്തോട് പറ്റിയിരുന്നാൽ സ്വർഗത്തിലെ ദൈവം അവനെ വിടുവിക്കും. വ്യക്തമായി പറയട്ടെ, നേരോടെ നടന്ന ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ സ്വത്രം ദൈവത്തിന്റെ മഹത്വം കാണിക്കുകയില്ല എന്ന് ശത്രു പറഞ്ഞപ്പോൾ നിലവിളിച്ച് കരഞ്ഞ ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ദൈവമഹത്വം കാണുക മാത്രമല്ല 15 സംവത്സരം കൂടി ഹിസ്കിയാവിന് ആയുസിനെ ദൈർഘ്യമാക്കി കൊടുത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ അപ്പന് മനസ്സായെങ്കിൽ, ഈ നല്ല സന്ധ്യയെങ്കിൽ വ്യക്തമായി സങ്കീർത്തനം 91:14 പറയുക, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും, എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ആര്? സർവശക്തനായ ദൈവം. എന്തുകൊണ്ട്? നീ ദൈവത്തോട് കൂടെ നിൽക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് അതിൽ പ്രകാരം നീ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് സ്വത്രം നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്ന് നീ തകർന്നു പോകുവാൻ ഇടയാകത്തില്ല. നമുക്കൊരു വാക്യം വായിക്കാം. സ്വത്രം, ഇയ്യോബിന്റെ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വ്യക്തമായി എടുത്തത് വായിക്കാമോ? സ്വത്രം, ഇയ്യോബിന്റെ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. സ്വത്രം, ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല. കൈ എവിടെ വെച്ചോളെ. സ്വത്രം, എന്തുകൊണ്ടാണ് ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞത്? അവൻ നീതിമാനായിരിക്കുന്നത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതലെ, ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നീ നീതി ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ നിന്റെ മേലെ ഒരു ദുഷ്ടനും അവകാശം പറയുവാൻ സ്വർഗത്തിലെ അനുവദിക്കത്തില്ല. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് നീതിമാൻ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്ന, എന്റെ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നടക്കുന്ന ഒരു വ്യക്തിയെയും സർവശക്തനായ ദൈവം തകർത്ത് കളയുകയില്ല. സ്വത്രം, വചനം പറയുന്നതാണ്, ദൈവം ദുഷ്ടത പ്രവർത്തിക്കില്ല, സർവശക്തൻ ന്യായം മറിച്ച് കളയുകയുമില്ല. സ്വത്രം, നിന്റെ മേലെ അന്യായം കൊണ്ടുവന്ന് നിന്നെ ദേശത്തിന് മുമ്പിൽ പരസ്യക്കോലമാക്കി നിന്റെ തല കുനിപ്പിക്കുമെന്ന് പറഞ്ഞ് വാദിച്ചെഴുന്നേറ്റു വരുന്ന ഒരു ദൂട്ടന്റെ തന്ത്രങ്ങളും നിന്റെ മേൽ ഫലിക്കാതെ വണ്ണം നിന്റെ മേൽ ചുമത്തി അന്യായത്തെ എടുത്തു മാറ്റി ന്യായത്തിൽ നിന്നെ നിർത്തി നിന്റെ തല ഉയർത്തി മാനിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് എന്ന് രാത്രികാലം നീ ആരാധിക്കുന്ന തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. ആരെല്ലാം എവിടെയെല്ലാം നിനക്കെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, നിന്റെ കൂട്ടാളിക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ, നിന്റെ കൂടപ്പുറപ്പെക്കെതിരെ വാട കോരിയാലും ശത്രു തകർന്നു വീഴും. നീ നിന്റെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്താ എന്റെ ദൈവത്തിന്റെ വചനത്തിൽ ശാപമില്ലേ? വചനം എടുക്കുമ്പോഴൊക്കെ
അനുഗ്രഹം 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 എന്ന് പറയുന്നല്ലോ. ദൈവത്തിന് വന്നിട്ട് ശാപമില്ലേ? ശാപമുണ്ട്. എവിടെയാണ് ശാപം വരുന്നത്? സ്വത്രം. ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ, ദൈവത്തിന് ഇഷ്ടപ്രകാരം യാത്ര ചെയ്യാതെ, ലോകത്തിന്റെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ദൈവത്തെയും ദൈവമക്കളെയും കുറ്റം പറഞ്ഞ് ദൈവത്തിന് പരിഹാസപാത്രമായി തീരുന്ന നിന്റെ മേൽ ശാപം കടന്നു വരും. സ്വത്രം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ ആ ശാപത്തിന്റെ ഒരു പട്ടിക തന്നെ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. വ്യക്തമായി പറയട്ടെ, സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ടും ദൈവത്തിന്റെ നീതിയെ മറിച്ചു കളഞ്ഞ് പിശാചിന്റെ തലയെ തകർക്കേണ്ടത് ആവശ്യമായതുകൊണ്ടും ഈ രാത്രികാലം പറയട്ടെ, പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ്, സ്വത്രം, നാടുകളുടെ പഴക്കം പറഞ്ഞ്, കാലത്തിന്റെ ഗതിവിഗതികളെ പറഞ്ഞ്, രാശി ചക്രത്തിന്റെ പേര് പറഞ്ഞ് നിന്റെ വിശ്വാസത്തെ തകർത്ത് നിന്റെ കുടുംബജീവിതത്തെ ഇല്ലാതാക്കി നിന്റെ ഭവനാന്തരീക്ഷത്തെ കുപ്പക്കുന്നാക്കുമെന്ന് പറയുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ കണ്ടിട്ട് കുഞ്ഞ് നീ ഭയപ്പെടരുത്. സ്വത്രം. അനേക പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഫോൺ ചെയ്ത് എന്നോട് പറയാറുണ്ട്, പാസ്റ്റർ, എന്റെ വീട്ടിനകത്ത് എന്തൊക്കെയോ അന്ധകാര ശക്തികളുണ്ട്. അങ്ങനെ ഞാനൊരിടത്ത് പോയപ്പോ അവരെന്നോട് പറഞ്ഞ് എന്റെ വീടിന്റെ മൂല ശരിയല്ല, അതിന്റെ സ്ഥാനം തെറ്റിയാണ് വെച്ചേക്കുന്നത്, അടുക്കള ഇരിക്കേണ്ട സ്ഥാനത്തല്ല. സ്വത്രം. അതുപോലെ തന്നെ വീടിന്റെ കോണ് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. സ്വത്രം. സ്വത്രം. ഓക്കെ. അതുകൊണ്ട് ആര് കോപിച്ചെന്നാ പറഞ്ഞത്? സ്വത്രം. ആര്? ദൈവം കോപിച്ചെന്ന്. സ്വത്രം. ആരാണ് അവരുടെ ദൈവം? സ്വത്രം. അവരുടെ ദൈവം ആരാണ്? സ്വത്രം. ആരാ? മൂലക്കിരിക്കുന്ന ആരാ? പിശാച്. സ്വത്രം. പിശാചിനെ കുടിയിരുത്തിയിട്ടാണ് നമ്മൾ പരിപാടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ അവിടെ ഇരിക്കാൻ ഒക്കാത്തത് പോലെ വീടിനകത്ത് ആരാധന വെളിപ്പെടുമ്പോ, സ്വത്രം, അവൻ തന്ത്രങ്ങളെ മറിഞ്ഞ ആരാധന ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. സ്വത്രം. വ്യക്തമായി പറയട്ടെ, കേതുവും രാശിയും അതുപോലെ ശുക്രനും ബുധനും ശനിയും ഒക്കെ ഒന്നിനു പുറകെ ഒന്നൊന്നായി നിന്നോട് പോരാടുന്ന എന്തുകൊണ്ടെന്നറിയാമോ? മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കാതെ ഇരുവള്ളത്തിൽ കാലി ചവിട്ടി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അവര് പറയുന്നത് ഇവര് പറയുന്നത് കേട്ട് അവിടെ പോയി നേർച്ച കഴിച്ച് ഇവിടെ പോയി നേർച്ച കഴിച്ച് ചുരുക്കം സ്വസ്ഥത നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്റെ വീട് ശരിയല്ല. സ്വത്രം. എന്റെ വീടിന്റെ മൂല ശരിയല്ല. സ്വത്രം. എന്റെ അടുക്കള ഇരിക്കുന്നിടത്തല്ല ഇരിക്കുന്നത്. സ്വത്രം. എന്റെ പ്രാർത്ഥനാ മുറി തെക്കോട്ടിരിക്കുക. കുഞ്ഞെ, നീ എവിടെ ഇരുന്നാലും ദൈവത്തിന്റെ വചനം ഒന്ന് മനസ്സിലാക്കണമേ. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. വ്യക്തമായി പറയുന്നത് കേൾക്കണേ. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. അങ്ങനെ ഭൂമിയിൽ നീ ഇരുന്നു കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി നിന്റെ സങ്കടങ്ങളെ പറയുവാൻ നീ തയ്യാറായാൽ ഒരു ധൂമകേതുവും ഒരു രാശി നക്ഷത്രവും ഒരു കൂടുപാത്രവും ഒരു മന്ത്രവാദവും ഒരു വിളിച്ച നേർച്ചയും അതുപോലെ തന്നെ പിന്നെ വീടിന് വെക്കുന്ന എന്താ സാധനം പറയുന്നത് എന്തുവാ? വീടിനകത്ത് ആരായിട്ട് തിരിഞ്ഞിരിക്കുന്നു പറയുമല്ലോ. സ്വത്രം. എന്ത് പറയുന്നു? ഇതിനൊക്കെ ചുമന്നുകൊണ്ട് നടക്കും നിങ്ങൾക്ക്, അതും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ കുറെ കഷ്ടമാ. സ്വത്രം. വ്യക്തമായി പറയട്ടെ, എന്തോ മൂലത്തപ്പനോ? എന്റെ കർത്ത. സ്വത്രം. എന്തോ ആയിക്കോട്ടെ, ഈ സാധനങ്ങളെല്ലാം വീടിനകത്ത് വെച്ചോണ്ടിരിക്കുക. എന്നിട്ട് പറയാ ദൈവം കോപിച്ചെന്ന്. സ്വത്രം. ദൈവം കോപിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ടാ. മാത്രമല്ല, ദൈവത്തിന്റെ വചനം പറയുന്നത് കേൾക്കാതെ, സ്വത്രം, നീ ലോകം പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ യാത്ര ചെയ്തുകൊണ്ടാ. സ്വത്രം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെ, സങ്കീർത്തനം 91:10-11, നീ ഒരു ദൈവപ്പൈതലാണെങ്കിൽ, നീ കർത്താവിന്റെ സന്നിധിയിൽ വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവവചനം അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തോട് കൂടെ വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ കർത്താവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഒരനർത്ഥവും നിനക്ക് വരത്തില്ല. സ്വത്രം. ഒരനർത്ഥവും നിനക്ക് വരത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കില്ല. സ്വത്രം. നിന്റെ എല്ലാ വഴികളിലും സർവശക്തനായ ദൈവം നിന്നെ കാക്കും. സ്വത്രം. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, സ്വത്രം, ദേശത്തെ വാഴുന്ന ചില ദേശാധിപതി ശക്തികളുണ്ട്. അവ കുടുംബങ്ങൾക്കകത്ത് കയറി കുടുംബത്തിൽ വാഴുവാൻ തുടങ്ങിയാൽ നിന്റെ നന്മ നിന്റെ കരുത്തിൽ നിന്ന് പോയി കിട്ടും.
രോഗം വിട്ടുമാറത്തില്ല. സാമ്പത്തിക പ്രതിസന്ധി നിന്നെ അലട്ടിയിട്ട് നീ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് ഓടും. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടാകത്തില്ല. നിന്റെ ഭവനത്തിനകത്ത് നിനക്ക് സുഖമായി കിടന്ന് ഉറങ്ങാൻ കഴിയത്തില്ല. വ്യക്തമായി പറയട്ടെ, എന്തുകൊണ്ട്? എൻ്റെ കർത്താവ് വസിക്കേണ്ട സ്ഥാനത്ത്, സ്വത്രം, എൻ്റെ കർത്താവിന്റെ ആത്മാവ് വസിക്കേണ്ട ഭവനത്തിനകത്ത് ഇപ്പോൾ കുടിയിരിക്കുന്നത് മൊത്തം ഭൂതപ്രേത പിശാചുക്കളാ. സ്വത്രം, ഒരു മനസ്സോടെ കുത്തിയിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ മനസ്സില്ല, ദൈവവചനം വായിക്കാൻ സമയമില്ല. സ്വത്രം, 24 മണിക്കൂറും മൊബൈലും ടിവിയുമായിട്ട് വീടിനകത്ത് അട്ടിപ്പർ ഇരിക്കുന്നവർ ഇരിക്കുക. പിശാച് അത് വെച്ച് മുതലെടുത്തിട്ട് നിന്റെ സ്വസ്ഥത തല്ലിക്കെടുത്തുക. ഒന്ന് മാറി രോഗം കൊണ്ടുവരിക, ഒന്ന് മാറി പ്രശ്നങ്ങൾ കൊണ്ടുവരിക, ഒന്ന് മാറി കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് ഒരു പൂർണ്ണതയില്ലാതെ തകർന്നുകൊണ്ടിരിക്കുക. ഈ നല്ല രാത്രികാലം വ്യക്തമായി എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പോട് പറയട്ടെ, കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാ: എന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ സങ്കടങ്ങളെ അറിയിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ, എന്റെ വചനപ്രകാരം എന്നോടുകൂടെ ചേർന്ന് നിൽക്കാൻ നീ തയ്യാറാകുമെങ്കിൽ, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുത്ത് നീ നിന്റെ കുഞ്ഞുങ്ങൾ തകർന്നു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്റെ ദൂതഗണങ്ങളെ കൊണ്ട് ഞാൻ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ ഭവനത്തിനും കാവലാക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നോക്ക്, ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്, പിന്നെയോ അനുഗ്രഹം തരുന്ന ദൈവത്തെയാ നാം സേവിക്കുന്നത്. ആ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ഒരിക്കലും കുറഞ്ഞു പോകരുത്. നമുക്ക് വായിക്കാം, ഈ ദേശത്തെ വാഴുന്ന അന്ധകാര ശക്തികൾ നമ്മെ തൊടുമോ? ദൈവം തൊടുവാൻ അനുവദിക്കുമോ? ഈ അന്ധകാര ശക്തി നിന്നെ പിടിക്കുവാൻ ദൈവം വിട്ടുകൊടുക്കുമോ? സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് നാം ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുമ്പോ, സ്തോത്രം, പിശാചിന് ഇയ്യോബിനോട് ദേഷ്യം വന്നത് വേറൊന്നും കൊണ്ടല്ല. ഇയ്യോബ് ദൈവത്തെ ആരാധിക്കുന്നു, ഇയ്യോബ് ദൈവത്തെ സ്തുതിക്കുന്നു, ഇയ്യോബ് ദൈവത്തോട് കൂടെ നടക്കുന്നു, സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കണ്ട പിശാചിന് സഹിക്കത്തില്ല. കുഞ്ഞേ, നിന്റെ കീറുവസ്ത്രം മാറി നിനക്കൊരു നല്ല വെള്ളവസ്ത്രം നീ ഉടുത്താൽ പിശാചിന് സഹിക്കത്തില്ല. നിന്റെ ചറ്റപ്പുര മാറി നീ നല്ലൊരു വീട് വെച്ചാൽ പിശാചിന് സഹിക്കത്തില്ല. നടന്ന് ക്ഷീണിച്ച് നീ പോകുമ്പോൾ നിനക്കൊരു വാഹനം കിട്ടിയാൽ പിശാചിന് സഹിക്കത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസം ചെയ്ത് ഒരു ജോലി നേടി അവരെ നന്മ കൊണ്ടുവന്നാൽ പിശാചിന് സഹിക്കത്തില്ല. നിന്റെ വീടിനകത്ത് ഉല്ലാസത്തിന് ജയത്തിന് പാട്ടുയർന്നാൽ പിശാചിന് സഹിക്കത്തില്ല. പിന്നെ എന്താണ് വേണ്ടത്? കരച്ചിലും പല്ലുകടിയും ഉണ്ടെങ്കിൽ പിശാചിന് ഭയങ്കര ഇഷ്ടമാ. കാരണം നീ ഒരു കാരണവശാലും നീ ദൈവത്തെ സ്തുതിക്കരുത്. എപ്പോഴും പിശാചിന് അടിമയായി അവനെ സേവിച്ചുകൊണ്ട് യാത്ര ചെയ്യണം. അതാണ് പിശാചിന്റെ പരിപാടി. കാരണം ദൈവം ഉയരത്തുന്നത് ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് നിനക്കറിയത്തില്ലെങ്കിലും പിശാചിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിനകത്തും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ ഇരിക്കണമെന്ന് അവൻ ആവോളം പ്രയത്നിക്കും. അങ്ങനെ അവൻ ഊടാടി സഞ്ചരിച്ചു വന്നപ്പോഴാണ് സന്തോഷവാനായ ഇയ്യോബിനും തന്റെ കുഞ്ഞുങ്ങളെ കൂട്ടാളിയും കണ്ടത്. സ്തോത്രം. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇയ്യോബിന്റെ ഭവനത്തിലെ സന്തോഷം കണ്ടപ്പോ പിശാചിന് സഹിച്ചില്ല. സ്തോത്രം. അവൻ നേരെ ദൈവത്തിന്റെ അടുക്ക ചെന്നു. അവൻ ആവുന്ന പണിയൊക്കെ നോക്കി അവനെ ഒന്ന് ഒതുക്കാം, തകർക്കാം, അവനെ ഇല്ലാതാക്കാം. പക്ഷേ ഇയ്യോബിന് ചുറ്റും സ്വർഗത്തിലെ ദൈവം വേലി കിട്ടിയിരുന്നത് കൊണ്ട്, സ്തോത്രം, പിശാചിന് അവനെ തൊടാൻ കഴിയാതെ പോയത് കൊണ്ട് അവന്റെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി ദൂതന്മാരുടെ കൂട്ടത്തിൽ ചെന്നു. സ്തോത്രം. സർവശക്തനായ ദൈവം അവനോട് ചോദിച്ചു, നീ എന്റെ ദാസനായ ഇയ്യോബിനെ ദൃഷ്ടി വെച്ചോ? പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഈ നല്ല രാത്രി നിങ്ങളോട് പറയട്ടെ, ലോകത്തിൽ നിങ്ങൾ വീണ് കിടന്ന സമയത്ത് ആരും നിങ്ങളെ സഹായിക്കാനല്ലായിരുന്നു. കർത്താവ് യേശുക്രിസ്തു തന്റെ കരം നീട്ടി നിങ്ങളെ പിടിച്ച് സുസ്ഥിരമാകുന്ന ക്രിസ്തുവാകുന്ന പാറമേൽ നിങ്ങൾ നിർത്തിയപ്പോ, സ്വത്രം, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ നിന്നെ തകർക്കാനായി പദ്ധതി ഒരുക്കി വരുന്നത് കണ്ടപ്പോൾ സ്വർഗം നിന്നെ സൂക്ഷിച്ചത് കൊണ്ടാ ഈ രാത്രിയിലും നീ നിലനിൽക്കുന്നത്. അങ്ങനെ നിർത്തിയ ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുത്തുകൊണ്ട് നീ നാൾക്കുനാൾ അവന്റെ സന്നിധിയിൽ നിൽപ്പാൻ തയ്യാറുണ്ടെങ്കിൽ
നിന്നെ തകർക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ലെന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. യോബിന്റെ സന്തോഷം കണ്ടപ്പോ പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ പറയുക, ചുമ്മാതാണോ അവൻ ഇത്ര സന്തോഷം? സ്വത്രം, നീ അവന് ദൂതഗണത്തെ കൊണ്ട് കാവലാക്കിയിട്ടുണ്ട്, അവന് ഇഷ്ടം പോലെ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, അവന്റെ സന്തോഷത്തിന് ഒരു കുറവുമില്ല. അതൊക്കെ ഒന്ന് നഷ്ടപ്പെടുത്തി നോക്ക്, അവൻ നിന്നെ തള്ളിപ്പറയും. സ്വത്രം. ഇന്ന് അനേകർ ദൈവത്തെ സേവിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, നന്മ പ്രാപിക്കാൻ വേണ്ടിയാ, ഉയർച്ച പ്രാപിക്കാൻ വേണ്ടിയാ, അനുഗ്രഹം നേടാൻ വേണ്ടിയാ. അല്ല, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. ആ സ്നേഹമെല്ലാം നന്മ നഷ്ടപ്പെട്ട തീർന്നു പോകും. എന്നാൽ നന്മ നോക്കാതെ ജീവിതാന്ത്യത്തോളം വിശ്വസ്തയോടെ ആരോഗ്യത്തോടെ ബലത്തോടെ കാക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നീ യാത്ര ചെയ്താൽ നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും നിലവിളിച്ചു തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടക്കേണ്ടി വരത്തില്ല. അന്ത്യത്തോളം എന്റെ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും. നീ ചോദിക്കുന്നത്, ചിന്തിക്കുന്ന, നനയ്ക്കുന്ന ഉപരി കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കും. ശത്രു നിന്നെ കണ്ട് തലകുനിക്കും. വ്യക്തമായി പറയട്ടെ, യോബിനെ നശിപ്പിക്കുവാൻ സാത്താൻ പദ്ധതി ഒരുക്കുമ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വത്രം, എല്ലാം ഞാൻ നിന്റെ മുമ്പിൽ തന്നേക്കാം, നിനക്ക് തന്നേക്കാം, പക്ഷെ എൻ്റെ ദാസന്റെ പ്രാണനെ മാത്രം നീ തൊടരുത്. സ്വത്രം, അവന്റെ ആത്മാവിനെ മാത്രം നീ തൊടരുത്. അത് തൊട്ടാ നീ വിവരമറിയും. സ്വത്രം. സ്വത്രം നോക്ക്, പിശാച് ഓരോ സെക്കൻഡ് കൊണ്ട് സകലതും നശിപ്പിച്ചു. സ്വത്രം. നമ്മളെങ്ങാനാണെങ്കിൽ ദൈവത്തെയും കുറ്റം പറയും, ദൈവദാസനെയും കുറ്റം പറയും, ദൈവസഭയെയും കുറ്റം പറയും, സകല കൂട്ടുവിശ്വാസികളെയും കുറ്റം പറയും. എന്തിനു പറയുന്നു? സകലരുടെ അടുക്കലും ശത്രുത്വം ഉണ്ടാക്കും. എന്നിട്ട് പറയും, നിങ്ങളെ ആരെയും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ കൂടെ കുറ്റം പറയും. സ്വത്രം. എന്നാൽ യോബ് തൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദൈവത്തെ കുറ്റം പറയാതെ തന്നെ സ്വയം ശപിച്ചത്? സ്വത്രം. കാരണം കഴിഞ്ഞ ഇന്നലകളിൽ തൻ്റെ കരത്തില്ലാതിരുന്നത് പലതും സ്വർഗം അവന് കൊടുത്തതാ. കഴിഞ്ഞ ഇന്നലകളിൽ താൻ കാണാതെ ഇരുന്ന കണ്ണുനീര് മറുപടി സന്തോഷമായി കൊടുത്തവനാ. സ്വത്രം. തനിക്ക് വേണ്ടതെല്ലാം സമർത്ഥമായി കരുതിയ സർവശക്തനായ ദൈവം, ആയുസ്സും ആരോഗ്യം ബലവും കൊടുത്ത ദൈവം അന്ത്യത്തോളം നടത്താൻ വിശ്വസ്തനാണെന്ന് അവനറിയാം. ഈ കഷ്ടം മാറും, ഈ കണ്ണുനീര് മാറും, ഈ രോഗം മാറും, ഞാൻ ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണും എന്നുള്ള ഉറച്ച നിശ്ചയം യോബിനുള്ളത് കൊണ്ട് യോബ് ഒരു വാക്കുകൊണ്ട് പോലും സർവശക്തന് വിരോധമായി സംസാരിച്ചില്ല. നമ്മളായിരുന്നെങ്കിൽ ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ടാ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, മുൻകാലങ്ങളിലൊന്നും ഇങ്ങനെ വന്നിട്ടില്ലെന്ന്. അത്രം അനേകര് പറയുന്ന കാര്യമായത്. ഞാൻ ലോകത്ത് ജീവിച്ചിരുന്നപ്പോ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. എപ്പോ ഞാൻ ദൈവത്തെ സേവിപ്പറങ്ങിയ അന്ന് മുതൽ എല്ലാവരും എനിക്ക് ശത്രുക്കളായി. എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പുകളെ വ്യക്തമായി പറയട്ടെ, ലോകം നിനക്ക് ശത്രുവായത് നീ ദൈവത്തിന്റെ പൈതലായി മാറിയത് കൊണ്ടാ. ലോകക്കാർ നിന്നെ മാറ്റി നിർത്തിയത് നീ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നത് കൊണ്ടാ. എന്നാൽ വ്യക്തമായി പറയട്ടെ, നിന്നെ മാറ്റി നിർത്തിയവർ നിന്നോടുകൂടെ ചേർന്ന് നിന്ന് നീ സേവിക്കുന്ന ദൈവത്തെ ഉയർത്തുന്ന ഒരു ദിവസം മുൻപിൽ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന സർവശക്തന് മുഴുമഹത്വം കൊടുക്ക്. നീ ഒരു അനുഗ്രഹമാകുമ്പോൾ നിന്നെ കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും നിന്നെ തേടി വരും. ആ വിശ്വാസം ദൈവമുഖത്തേക്ക് നോക്ക്. യോബ് ദൈവത്തെ കുറ്റം പറയാതെ, യോബ് തന്റെ സ്നേഹിതനോട് പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യന് ഭൂമിയിൽ എന്ത് ചെയ്യാൻ കഴിയും? അവൻ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ നീതിയെ അവനൊന്ന് ചോദ്യം ചെയ്യട്ടെ. നമുക്ക് യോബ് പറയുന്ന ഒരു കാര്യം, യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 31, 32, 33 വാക്യം ഒന്ന് വായിക്കണേ. സ്വത്രം. സ്വത്രം. 34-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പറയുന്നുണ്ട്, അതുകൊണ്ട് വിവേകികളെ കൊള്ളുവിൻ, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല. സർവശക്തൻ ന്യായം മറിച്ച് കളയുകയില്ല. മനുഷ്യൻ ചെയ്യുന്ന ദുഷ്പ്രവർത്തികൾ കണ്ടിട്ട്, മനുഷ്യൻ പറയുന്ന നിന്ദയുടെ വാക്ക് കേട്ടിട്ട് യോബ് തന്റെ സ്നേഹിതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വത്രം വായിച്ചേ. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 31, 32, 33. സ്വത്രം. മനുഷ്യ,
നീ ദൈവത്തെക്കാൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ വലിയവനാകയില്ല. സകലത്തിലും സർവത്തിലും വലിയവനാണ് നീ സർവശക്തനായ നിന്റെ ദൈവം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിന്നെ കൊണ്ട് ഈ ഭൂമിയിൽ ഒന്നും ചെയ്തെടുപ്പാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് സർവശക്തനായ ദൈവത്തിന് മാത്രമാ. നിന്റെ പ്രയത്നം വ്യർത്ഥമാകും. എന്നാൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്നെ വെളിപ്പെടേണ്ടതിന് മഹത്വം ദൈവത്തിന് കൊടുക്ക്. നിന്നെ കൊണ്ട് സകലതും കഴിയുമെന്ന് നീ പറയുമ്പോൾ യോബ് ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവം ആക്കി വെച്ച കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? നക്ഷത്ര രാശി നോക്കി, കാലങ്ങളെയും കാലഗതികളെയും നോക്കി, ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ശാസ്ത്രലോകം മൊത്തം വിധി എഴുതുമ്പോൾ യോബ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കാർത്തികയുടെ ചങ്ങല നിനക്കഴിക്കാമോ? മകയിരത്തിന്റെ ബന്ധനം നിനക്കഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലഗതിക്കനുസരിച്ച് പുറപ്പെടുവിക്കാമോ എന്ന് പറഞ്ഞാൽ നിന്റെ കണക്കുകൂട്ടലുകളും നിന്റെ ശാസ്ത്രത്തിന്റെ കഴിവും കൊണ്ട് രാവിലെ ഉദിക്കുന്ന സൂര്യനെ വൈകുന്നേരത്ത് ഉദിപ്പിച്ചിട്ട് വൈകുന്നേരത്ത് ഉദിക്കുന്ന ചന്ദ്രനെ രാവിലെ ഉദിപ്പിക്കാമോ എന്നാ ചോദിച്ചാൽ അർത്ഥം. നിന്നെ കൊണ്ട് എന്ത് കഴിയും? സ്വത്രം. ദൈവം നിശ്ചയിച്ചു വെച്ചതിന്റെ മേൽ നീ വെച്ചിരിക്കുന്ന കുറെ നിയമങ്ങളല്ലാതെ നീ കൊണ്ടുവന്ന നിയമം അനുസരിച്ച് നിനക്ക് ഈ രാശിചക്രത്തെ ഒന്ന് തിരിക്കാമോ? പത്രം. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിച്ചാൽ ഡാർവിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യനെ ദൈവമല്ല സൃഷ്ടിച്ചത്, കുരങ്ങു നിന്നുണ്ടായതാണെന്ന്. സ്വത്രം. ഡാർവിന്റെ ജീവിതകാലം മുഴുവനും ഡാർവിൻ സകലതും എടുത്ത് പഠിച്ചിട്ടും മനുഷ്യൻ കുരങ്ങിന ഉണ്ടായെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ നീതിയെ മറിച്ച് കളയുവാൻ നിന്റെ ബുദ്ധി ഉപയോഗിച്ചാൽ നീ മറിഞ്ഞു പോകുകയല്ലാതെ ദൈവത്തിന്റെ നീതി മറിഞ്ഞു പോകത്തില്ല. നമുക്ക് രാശിചക്രത്തെ, കാർത്തികയെ നിനക്ക് ബന്ധിക്കാമോ? രാശിചക്രത്തെ നിനക്ക് സ്വന്തം കൈയാൽ തിരിക്കാമോ? അടുത്ത സപ്തർഷികളെയും മക്കളെയും നിനക്ക് നിന്റെ നിയന്ത്രണത്തിൽ നടത്താമോ? സ്വത്രം. ഇത് കേട്ട യോബിന്റെ സ്നേഹിതന്മാർ കുന്തം വിഴുങ്ങിയ പോലെ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ യോബ് പറഞ്ഞൊരു വാക്കുണ്ട്, സർവശക്തൻ തന്റെ നീതിയുടെ കരം നീട്ടി തന്നിൽ ആശ്രയിക്കുന്ന തന്റെ മക്കളെ അന്ത്യത്തോളം വഴി നടത്തും. അത് കഷ്ടതയുടെ നടുവിലൂടെ അല്ല, സന്തോഷത്തിന്റെ കാലത്തിൽ സമാധാനത്തോടെ വഴി നടത്തും. ഇത്ര നല്ല ദൈവത്തെ നീ തള്ളിക്കളഞ്ഞിട്ട് ലോകം പറയുന്ന സ്വത്രം വാക്ക് കേട്ട് ലോകത്തിന്റെ ശാപവും പേറി നടക്കാതെ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യാൻ നീ തയ്യാറാകുമെങ്കിൽ ഒരാഭിചാര ക്രിയകളും നിനക്കോ നിന്റെ സന്തതിക്കോ ഫലിക്കുകയില്ല. ഇതെല്ലാം ഈ ഭൂമിയിലുണ്ട്. കാരണം പിശാചിനെ സേവിച്ചുകൊണ്ട് പിശാചിനെ കൂട്ടുപിടിച്ച് ദൈവനാമത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആഭിചാര മന്ത്രങ്ങളും തന്ത്രങ്ങളും വിളിച്ചു നേർച്ചകളും ഒക്കെ ഈ ഭൂമി നടക്കുമ്പോൾ പിശാചിനെ തല തകർത്തുകൊണ്ട് ജയം നൽകിയ സർവശക്തൻ പറയുക, മോനെ മോളെ, എന്നിൽ വിശ്വസിക്കുമെങ്കിൽ, എന്റെ വചനപ്രകാരം നീ യാത്ര ചെയ്യുമെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ അന്ത്യത്തോളം നിന്നെ വഴി നടത്തും. ഒരനർത്ഥവും വന്നു ഭവിപ്പാൽ ഞാൻ നിന്നെ ശത്രുയുടെ കാര്യത്തിൽ വിട്ടുകൊടുക്കത്തില്ല. സ്വത്രം. ഈ ജീവിതയാത്രയിൽ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ, സകലതും സർവവും അറിയുന്ന സർവശക്തനായ ദൈവം സകലതും നഷ്ടപ്പെട്ടപ്പോൾ യോബിനോട് പറയാം, മോനെ നീ കരയണ്ടടാ, നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തരുവാൻ ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. തന്റെ സ്നേഹിതർ തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചപ്പോൾ അവർ കണ്ടത് യോബിന്റെ ദൈവത്തിന്റെ മഹത്വമാണെങ്കിൽ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സർവശക്തനായ ദൈവം ഹിസ്കിയാവിന്റെ ആയുസ്സിന് 20 സംവത്സരം കൂടി 15 സംവത്സരം കൂടി നീട്ടിക്കൊടുക്കുവാൻ സർവശക്തനായ ദൈവത്തിന് മനസ്സായെങ്കിൽ ഈ രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ലോകത്തിന്റെ ഒരു ധൂമകേതുവിനും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ലോകത്തിന്റെ
ലോകത്തിലെ ഒരു വ്യക്തിക്കും നിന്നെ തകർക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. സ്വത്രം. ലോകത്തിൽ ഒരു മന്ത്രവാദ ശക്തിയും നിന്റെ മേൽ ജയമെടുക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിന്റെ സന്തതി ഒരിക്കലും ആഹാരമിരക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ സേവിക്കുന്ന ദൈവം, നിന്നെ വിളിച്ച ദൈവം, നിന്നെ ഇന്നയോളം വഴി നടത്തിയ ദൈവം അന്ത്യത്തോളം നിന്നെ കാക്കുവാൻ ശക്തനാകൊണ്ട് ദാവീദ് പറഞ്ഞതുപോലെ നിന്റെ നാവിൽ നിന്ന് പുറത്തു വന്ന യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ? നീ എന്നെ ഓർത്തു, എന്റെ സന്തതി ഓർത്ത്, വരുവാനുള്ള ഗൃഹത്തെ കൂടി ഓർത്ത ദൈവമേ, അങ്ങയ്ക്ക് നന്ദി എന്ന് പറഞ്ഞ് കഷ്ടതയുടെ നടുവിലും പട്ടിണിയുടെ നടുവിലും ഒറ്റപ്പെട നടുവിലും നിന്ദയുടെ നടുവിലും പരിഹാസങ്ങളുടെ നടുവിലും ദൈവത്തെ ഉയർത്തുവാൻ നീ തയ്യാറായാൽ ദൈവം നിന്നെ ഉയർത്തും. വ്യക്തമായി പറയട്ടെ, ലോകം പറയുന്നത് കേൾക്കാതെ ദൈവത്തിന്റെ വചനം പറയുന്ന അനുസരിച്ച് ദൈവ ശബ്ദം കേട്ടുകൊണ്ട് നീ ദൈവത്തെ ഉയർത്താൻ ശ്രമിച്ചാൽ സർവശക്തൻ നിന്നെ ഉയർത്തും. സ്വത്രം. നീ ദൈവത്തിന്റെ സന്നിധി താണിരുന്നാൽ അവൻ തക്ക സമയത്ത് അവന്റെ ബലമുള്ള കരത്തിൽ നിന്നെ ഉയർത്തും. നിന്നെ പഴിച്ചവരും ദുഷിച്ചവരും കുറ്റം പറഞ്ഞവരും നിന്റെ ഉയർച്ച കണ്ട് നിന്നോടുകൂടെ നിന്റെ ദൈവത്തെ ഉയർത്തും. ഈ നല്ല രാത്രിയിൽ അവൻ താഴ്ത്തുന്നവനല്ല, സകല നാമത്തിനും മേലായ നാമം നൽകി നിന്റെ കൂട്ടാളി, നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തുന്ന ദൈവമാ. അതുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് അവന്റെ സന്നിധി താഴ്ത്തി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നീതി പ്രഭാതം പോലെ വെളിപ്പെട്ടുവട്ടെ. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സർവശക്തനായ ദൈവം അവന്റെ ആയുസ്സിന് ദൈർഘ്യം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രികാലം കുഞ്ഞ് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗം തരുന്ന മറുപടി ഉണ്ടല്ലോ. അല്പകാലത്തേക്കല്ല, ജീവിത അവസാന കാലം വരെയും നിത്യതയിൽ നീ ദൈവസന്നിധിയിൽ എത്തിച്ചേരും വരെയും നിനക്ക് വേണ്ടത്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്, നിന്റെ കൂട്ടാളിക്ക് വേണ്ടത് തന്നു നിറപ്പാൻ എന്റെ കർത്താവ് മതിയാവന. അതുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുക്കുക. സകല നാമത്തിനും മേലായ നാമം നൽകി നിന്നെ ഉയർത്തിയ ദൈവം അവസാന നാൾ വരെയും നിന്നെ പരിപാലിപ്പാൻ ശക്തനാ. ആകയാൽ അവന്റെ സന്നിധി താഴ്ത്തിക്കൊടുക്ക്, അവൻ ഉയർത്തി മാനിക്കും. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.